രോഹിത്തും വിരാടും ജഡേജയും പടിയിറങ്ങി. ഒപ്പം ദ്രാവിഡും. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻസി ഏറ്റെടുത്തു. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ ഓപ്പണിംഗ് ജോഡി പവർ പ്ലേയിൽ എതിരാളികളുടെ പേക്കിനാവായി. 2024 T20 ക്രിക്കറ്റിൽ സഞ്ജു വർഷമായിരുന്നു. പുറത്തിരുത്തിയ കാലങ്ങളുടെയൊക്കെ റിഡംഷൻ അയാൾ ഒറ്റ വർഷം കൊണ്ട് നടത്തി. 436 റൺസ്, 180 സ്ട്രൈക്ക് റേറ്റ്, 3 സെഞ്ചുറികൾ, 31 സിക്സുകൾ. ഇന്ത്യൻ ക്രിക്കറ്റിൽ പുതിയ നാഴികക്കല്ലുകൾ പലതും അയാൾ നാട്ടിയിട്ടു. ഗംഭീറിന്റെ സംഘത്തിന്റെ ഈ അഗ്രസീവ് അപ്രോച്ച് ക്രിക്കറ്റ് സർക്കിളുകളിലെ സുപ്രധാന ചർച്ചാ വിഷയമായി. അഭിഷേക് ശർമ്മ എന്ന വെടിക്കോപ്പ് ഗംഭീറിന്റെ ഏറ്റവും വലിയ ആയുധമായി വളർന്നു വന്നു. 2024 ഓഗസ്റ്റ് 1 മുതൽ 2025 ഓഗസ്റ്റ് 31 വരെയുള്ള കണക്കുകൾ നോക്കൂ. ഇന്ത്യൻ ബാറ്റർമാരുടെ ശരാശരി സ്ട്രൈക്ക് റേറ്റ് 163 ഇക്കാലത്ത് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പ്രകടനം. 12 മത്സരങ്ങൾ കളിച്ചപ്പോൾ അതിൽ 10 ജയിച്ചു. 6 തവണ ഇന്ത്യൻ സ്കോർ 200 കടന്നു. ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച T20 സ്ക്വാഡായി അത് രൂപാന്തരം പ്രാപിക്കുകയാണെന്ന് പലരും അടക്കം പറഞ്ഞു. പൊടുന്നനെയാണ് ഏഷ്യ കപ്പ് സ്ക്വാഡിലേക്ക് ശുഭ്മാൻ ഗില്ലിന്റെ എൻട്രി. മാനേജ്മെന്റ് ടീമിന്റെ ഫോർമേഷൻ പൊളിച്ചു. അതിന് തിയറികൾ പലതും നിരത്താനുണ്ടായിരുന്നു അവർക്ക്. അതുവരെ ഓപ്പണിംഗ് സ്ലോട്ടിൽ മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ടിരുന്ന സഞ്ജുവിനെ ലോജിക്കില്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് പൊസിഷൻ മാറ്റി. ഗിൽ തൻ്റെ പ്രിയ കൂട്ടുകാരൻ അഭിഷേകിനൊപ്പം ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനെത്തി. ഏഷ്യ കപ്പ് ഷെൽഫിലെത്തിയെങ്കിലും പവർ പ്ലേയിൽ ടീമിൻ്റെ റിഥം നഷ്ടപ്പെട്ടു തുടങ്ങുന്നതിൻ്റെ സൂചനകൾ അന്ന് തന്നെ ലഭിച്ചിരുന്നു. ഓസ്ട്രേലിയൻ സീരീസിൽ അത് കുറച്ചുകൂടി തെളിഞ്ഞു കണ്ടു. തിരിച്ചുവരവിൽ ഓസീസിനെതിരായ പരമ്പരയിലെ അവസാന മത്സരത്തിന് മുമ്പ് വരെയുള്ള കണക്കുകൾ പ്രകാരം 140 താഴെ സ്ട്രൈക്ക് റേറ്റിൽ 230 റൺസായിരുന്നു ഗില്ലിൻ്റെ സമ്പാദ്യം. അവസാന മത്സരത്തിലാണ് അയാളൊന്ന് T20 മോഡിൽ ബാറ്റ് വീശുന്നത് കണ്ടത്. ഇന്ത്യൻ ടീമിൻ്റെ ഭാവി നായകൻ്റെ പൊസിഷൻ ഇപ്പോഴും ടീമിൽ സുഭദ്രമാണ്. സഞ്ജു ബെഞ്ചിൽ തന്നെ. T20 ലോകകപ്പ് പടിവാതിൽക്കലാണ്. ഗംഭീറിൻ്റെ പരീക്ഷണശാലയിൽ ഇപ്പോൾ എന്താണ് വെന്തുകൊണ്ടിരിക്കുന്നത്?